ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ എല്ലാവരും കാത്തിരുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ വിജ്ഞാപനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. PSCയുടെ ലേറ്റസ്റ്റ് യോഗ തീരുമാന പ്രകാരം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 16 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ നമുക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ വിജ്ഞാപനം ഈ മാസം അവസാനം തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു പോസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകായിരം ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഹാപ്പി ന്യൂസ് ആണ്. അവർക്ക് അവരുടെ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാനുള്ള സമയം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് തയ്യാറെടുക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും തന്നെ എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ്, ഫിസിക്കൽ ക്വാളിഫിക്കേഷനെ ഒക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. സ്കെയിൽ ഓഫ് പേ വരുന്നത് 45,600 മുതൽ 95,600 വരെയാണ്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് 21 മുതൽ 36 വയസ്സ് വരെ ആയിരുന്നു ലാസ്റ്റ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത്. ഇപ്പം ഏജ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. SSLC പാസ്സായിരിക്കണം. അതിനോടൊപ്പം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡിപ്ലോമ കംപ്ലീറ്റഡ് ആയിരിക്കണം. പിന്നെ നമുക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ്. മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിളിന് വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി ഇതിന്റെ നമുക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇതിന്റെ ആദ്യത്തേത് നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഹൈറ്റ് 165 സെന്റിമീറ്ററും ചെസ്റ്റ് 81 സെന്റിമീറ്റർ. Then chest expansion up to 5 centimeter ആണ്. ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹൈറ്റ് വരുന്നത് 152 സെന്റിമീറ്റർ ആണ്. പിന്നെ നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിലാണെങ്കിൽ മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 150 സെന്റിമീറ്ററും മതിയാകും. ഇനി അടുത്തത് നമുക്ക് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് നോക്കാം. ഡിസ്റ്റന്റ് വിഷൻ ബോത്ത് ഐസിൽ 6/6 സ്നെല്ലൻ ആണ്. നിയർ വിഷൻ വരുന്നത് ബോത്ത് ഐസിൽ 0.5 സ്നെല്ലൻ ആണ്. പിന്നെ നമുക്ക് കണ്ണിന് കളർ ബ്ലൈൻഡ്നെസ് പാടില്ല, കോങ്കണ്ണ്. പിന്നെ കണ്ണിനോ പോളകൾക്കോ ഉള്ള നമുക്ക് അനാരോഗ്യം എന്ന് പറയുന്നത് അയോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യും. ഇത്രയാണ് വിഷ്വൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 517/2022 ആയിരുന്നു. പരീക്ഷ നടന്നത് 26/5/2023. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 10,787 ആയിരുന്നു. ഡേറ്റ് ഓഫ് ഇഫക്റ്റ് ഓഫ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2/9/2024 കട്ട് ഓഫ് മാർക്ക് 59.67 മാക്സിമം മാർക്ക് വന്നത് 83.33 ആണ്. ഇന്റർവ്യൂവിലെ മാക്സിമം മാർക്ക് 13 ആണ്. ലാസ്റ്റ് അഡ്വൈസ് നടന്ന ഡേറ്റ് 26/12/2025. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് 121 ആണ്. ഈ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത് 1/9/2027 ഇനി ഇതിന്റെ സെലക്ഷൻ സ്റ്റേജസ് നോക്കാം. നമുക്കൊരു റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, OMR എക്സാം 100 മാർക്കിന്റെ ഒരു റിട്ടൺ ടെസ്റ്റ്. പിന്നെ വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഫിസിക്കൽ മെഷർമെന്റും ആണ്. നമ്മുടെ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ മെഷർമെന്റ് വരുന്നുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് ഫിസിക്കൽ മെഷർമെന്റ് ആണ് സെക്കൻഡ് സ്റ്റേജ്. ദെൻ ഇന്റർവ്യൂ 20 മാർക്കിനാണ് വരുന്നത്. ഇനി വരുന്ന നമുക്ക് സിലബസിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ മനസ്സിലാക്കാം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഡിപ്ലോമ ഓട്ടോമൊബൈലിലും മെക്കാനിക്കലിലും ഡിപ്ലോമ ഉള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ സിലബസിൽ വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 40 മാർക്കിനുണ്ട്, ഓട്ടോമൊബൈൽ 40 മാർക്കിനുണ്ട്, ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് 10 മാർക്കിന്, ജോബ് റിലേറ്റഡ് ടോപ്പിക്ക് 10 മാർക്കിന്. അങ്ങനെ മൊത്തം 100 മാർക്കിന്റെ OMR എക്സാം ആണ് വരുന്നത്. ഇനി നമുക്ക് മൊത്തത്തിലുള്ള സിലബസിന്റെ ഓവർവ്യൂ നോക്കാം. നമുക്ക് ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മെക്കാനിക്കൽ മൊഡ്യൂളാണ്. അപ്പൊ മെക്കാനിക്കൽ മൊഡ്യൂളിൽ നിന്ന് 40 മാർക്കാണ് നമുക്ക് പറഞ്ഞു. അതിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് വരുന്നത്? ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് വരുന്നുണ്ട്, തെർമൽ എഞ്ചിനീയറിംഗ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, മെഷീൻ എലമെന്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ് വരുന്നുണ്ട്. ഇനി ഓട്ടോമൊബൈലിൽ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻസ് ആൻഡ് റിലേറ്റഡ് സിസ്റ്റം, ചാസിസ്, ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ്. ദെൻ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിൽ ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് 10 മാർക്കിനും ഉണ്ട്, ജോബ് റിലേറ്റഡ് ടോപ്പിക്ക് 10 മാർക്കിനും ഉണ്ട്. അങ്ങനെ ആകെ
100 മാർക്കിന്റെ ഒരു OMR എക്സാം ആണ്. ഇനി നമ്മുടെ ടീം ഓഫ് എക്സ്പേർട്സിനെ നോക്കാം. നമ്മുടെ ഈ ഒരു കോഴ്സ് നമുക്ക് ടെക് PSCക്ക് AMEയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് മുൻ വർഷങ്ങളിലും കോച്ചിങ് കണ്ടക്ട് ചെയ്തതാണ്. നമ്മുടെ 200+ സ്റ്റുഡൻസ് ആണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു നമ്മുടെ ടീം ഓഫ് എക്സ്പേർട്സിനെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മുടെ ഈ കോഴ്സ് മെന്റർ ചെയ്യുന്നത് സജീവ് സാറാണ്. സാർ 30ഓളം ടെക്നിക്കൽ പരീക്ഷകൾ ക്ലിയർ ചെയ്ത് ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പൊ സാർ എക്സ്പേർട്ട് ഇൻ ഓട്ടോമൊബൈൽ ആൻഡ് മെക്കാനിക്കൽ ആണ്. മെന്റേർഡ് മോർ ദാൻ 10,000 സ്റ്റുഡൻസ് ആണ്. സാറിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ MTech ഇൻ മെഷീൻ ഡിസൈൻ, BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് 12 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് സജീവ് സാറാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫാക്കൽറ്റീസിനെ നോക്കാം. അരവിന്ദ് സാറുണ്ട്, രാകേഷ് സാറുണ്ട്, ഡോക്ടർ വിപിൻ ഗോവൻ, ദെൻ നിയാസ് മുഹമ്മദ്. ഇത് നമ്മുടെ മുൻ വർഷത്തിലുള്ള 200+ സ്റ്റുഡൻസ് ആണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്നത്. അപ്പോൾ അതിലുള്ള നമ്മുടെ പ്രീവിയസ് റിസൾട്ട് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ബാച്ച് നമ്മുടെ എക്സാമിന്റെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് നമ്മുടെ കോഴ്സിൽ പങ്കുചേരാം. നമ്മുടെ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടെക് PSCയുടെ ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്, ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ്, ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഇൻഡിവിജ്വൽ മെന്റൽ സപ്പോർട്ട്, ഇന്റർവ്യൂ ഗൈഡൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ടെക് PSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.